ാണ് എന്നത് നമ്മൾ ഒരിക്കലും മറന്നുപോയത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ഈ ആലയത്തിൽ വെച്ച് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏതാണ്ട് ഗൾഫ് രാജ്യത്ത് യുദ്ധം, ഏതാണ്ട് ഇന്നലെ അതിനൊരു ചെറിയ ശമനം വന്നതായിട്ട് ദൈവ സന്നിധിയിൽ നമുക്ക് അറിയുവാൻ കഴിഞ്ഞു. മുന്നോട്ട് ശാന്തമുണ്ടാകുവാനായി വാത്സല്യമുള്ള ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഒരു ചെറിയ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇന്ധനത്തിന്റെ വില എവിടം വരെ കയറിപ്പോയി എന്നറിയത്തില്ല. ഏതാണ്ട് 115 രൂപ വരെ ഗ്യാസിന് കയറിയതായിട്ടാണ് വാർത്ത വരുന്നത്. അപ്പോൾ കാര്യങ്ങള് ശാന്തമായി സമാധാനമായി പോയില്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ പോലും പാളിപ്പോകുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം ഇന്ന് കാലം ആ വിഷയത്തെ സ്മരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒത്തൊരുമയോടുകൂടെ പ്രാർത്ഥിക്കാം. ഒരിക്കലും ഒരുത്തർക്കും സംഘടന നല്ലതല്ല. അതിന്റെ അനന്തരഫലം ലോകം മുഴുവനും അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം എത്രയോ വലുതാണെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, വാത്സല്യമുള്ള കർത്താവേ, ഈ സമയ സന്ദർഭത്തിനായി ഞങ്ങൾ കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് പൽക്കാലം ഞങ്ങൾ സഭയായി കർത്താവെ നടക്കുന്ന ആ യുദ്ധ സംഭവങ്ങളെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു യുദ്ധ സന്നാഹമായ ആ കലുഷിതമായ അവസ്ഥയ്ക്ക് ഒരു ശാന്തി നൽകുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്തിരിയപ്പെടുവാനും ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ അമേരിക്ക പിന്തിരിയുവാനും ദൈവമായ കർത്താവ് ഇടയാക്കണമേ. ശാന്തി സമാധാനം ഉണ്ടായി ആഗോള മാനുഷിക ജീവിതത്തിന് പ്രതിസന്ധികൾ അധികമായി വരാതിരിക്കാൻ ഞാൻ ദൈവമായ കർത്താവ് അത്ഭുതകരമായി ഇടപെടുകയെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രകാരം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല വാർത്ത കേൾക്കുവാൻ പരിശുദ്ധ ദൈവമായ കർത്താവ് സഹായിക്കണം എന്നങ്ങ് അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവ് രക്ഷകനുമായ മിശിഹായുടെ നാമത്തിൽ അവിടുന്ന് ഈ പ്രാർത്ഥന കർത്താവ് സ്വർഗ്ഗം തുറന്ന് സ്വീകരിക്കുമാറാകണമേ. ആമേൻ. മാറ്റമില്ലാത്ത ദൈവവചന ചിന്തയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഏത് പ്രയാസ പ്രതികൂല അവസ്ഥയിലും നമുക്ക് സമാധാനവും ശാന്തിയും നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ വചനമാണ്. എത്രയോ നാളുകളായി എത്രയോ പ്രയാസമേറിയ മനസ്സുകളെ സാന്ത്വനപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ദൈവത്തിന്റെ വചനമാണ് ഇന്ന് കാലവും നമുക്ക് ആശ്രയിക്കാനുള്ളതെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് വചനത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. നമുക്കറിയാം, അനേക വ്യക്തികള് വേദപുസ്തകത്തിലുണ്ട്. ആ വ്യക്തികളുമായിട്ടുള്ള സംഭവങ്ങള് നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ ഒരു വ്യക്തിയുടെ പേരിലാണ് അത് നിലനിൽക്കുന്നത്. ആ വ്യക്തിയെ നമ്മൾ ഇന്ന് കാലം ഒന്ന് പരിചയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അതിനുശേഷം വരുന്ന ഒരു പുസ്തകമാണ് യോശുവ എന്ന പേരോടെ
വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പുസ്തകം. ഇന്ന് പ്രകാരം യോശുവയുടെ പേരിലാണ് ആ പുസ്തകം തന്നെ നിലനിൽക്കുന്നത്. ഇന്ന് പ്രകാരം ആ യോശുവയെ നമുക്കൊന്ന് പരിചയപ്പെടാമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പ്രകാരം ഞാൻ ഓർപ്പിക്കുകയാണ്. യോശുവ എന്ന വ്യക്തി മോശയുടെ അനന്തര ശിഷ്യനായി ഇസ്രായേൽ ജനത്തെ അവകാശമായി ദൈവം അബ്രഹാമിലൂടെ വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം അവകാശമാക്കുവാൻ ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിൽ കൊണ്ടെത്തിച്ച വ്യക്തി എന്ന നിലയിൽ യോശുവയ്ക്ക് വേദപുസ്തക ഇസ്രായേൽ ചരിത്രത്തിൽ വളരെ മുന്തിയ സ്ഥാനമാണ് കാണുവാൻ കഴിയുന്നത്. മോശയാണ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത്. എന്നാൽ മോശയ്ക്ക് ആ സ്ഥലത്ത് ജനത്തെ കൊണ്ട് എത്തിക്കുവാൻ കഴിഞ്ഞില്ല. മോശയുടെ ജീവിതത്തിൽ ചില പാളിച്ചകൾ വന്നതുകൊണ്ട് ദൈവം തനിക്ക് ശിക്ഷ നൽകി. ദൈവം മോശയോട് പറഞ്ഞു, നീ ആ സ്ഥലത്ത് ഇസ്രായേൽ ജനവുമായി പ്രവേശിക്കത്തില്ല. മോശയ്ക്ക് വളരെ സങ്കടമായി, വിഷമമായി, പ്രയാസമായി. മോശ വീണ്ടും ദൈവത്തോട് കേണപേക്ഷിച്ചു, ദൈവമേ, എനിക്ക് ആ ജനത്തെ കൊണ്ട് അവിടെ പോകാൻ പറ്റത്തില്ല എങ്കിലും എനിക്ക് ആ സ്ഥലം ഒന്ന് കാണണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് അവന്റെ ഭാവി സുരക്ഷിതമായ സ്ഥലം എന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തില് മരണത്താൽ അവസാനിക്കുമെന്ന് ചിന്തിക്കപ്പെടുമ്പോൾ അതിനപ്പുറമായിട്ട് നമുക്കൊരു സങ്കേത സ്ഥലമുണ്ട്, ഒരു സുരക്ഷാ താവളമുണ്ട്, ഒരു സംരക്ഷണ കേന്ദ്രമുണ്ടെന്ന് പറയുമ്പോൾ അത് വേദപുസ്തകപ്രകാരം സ്വർഗമാണ്. ആ സ്വർഗത്തെ കുറിച്ച് നമുക്കും അവിടെ ചെന്ന് കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുക നമ്മുടെ ജീവിതത്തിലും സർവ്വസാധാരണമാണ്. അതേപോലെ മോശയ്ക്ക് അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം നിരാകരിച്ചു. എന്നാൽ മോശയ്ക്ക് ആ സ്ഥലം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ദൈവം ആ സ്ഥലത്തെ മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. മോശ ആ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് മോശ മരിച്ചു മാറ്റപ്പെട്ടു. എന്നാൽ യോശുവയാണ് മോശയുടെ അനന്തര അവകാശിയായി ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിൽ കൊണ്ടെത്തിച്ചത്. അത് മാത്രമല്ല, ഇസ്രായേൽ ജനത്തിന് കനാൻ നാട്ടിൽ ചെന്നിട്ട് അവരുടെ ഓരോ ഗോത്രത്തിനും അവകാശപ്പെട്ട ഭൂമിയുടെ പ്ലാൻ തയ്യാറാക്കി അതിനുള്ള ക്രമീകരണവും യോശുവ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ യോശുവയെ കുറിച്ച് ഇന്ന് പ്രകാരം നമ്മൾ ചിന്തിക്കുന്നത് ന്യായമാണ് എന്ന് തോന്നുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഹൂ വാസ് എ സോൾജിയർ സെയിന്റ്? വിശുദ്ധനായ പടയാളി ആരായിരുന്നു? ഈ യോശുവയാണ് വിശുദ്ധനായ പടയാളി. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാനിത് പ്രത്യേകം എടുത്ത് നമ്മളെ ഓർപ്പിക്കുവാനായിട്ട് ഇന്ന് പൽക്കാലം ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസ് തന്റെ മകനായ, തന്റെ ദാസനായ തിമോത്തിയോസിന് 2 ലേഖനങ്ങൾ എഴുതി. 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുയേശുവിന്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ കഷ്ടത സഹിക്കണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മളെല്ലാം സോൾജിയേഴ്സ് ആണ്, നമ്മളെല്ലാം പട്ടാളക്കാരാണ്, നമ്മളെല്ലാം പടയാളികളാണ്, നമ്മളെല്ലാം പട നയിക്കുന്നവരാണ്, നമ്മളെല്ലാം പട നായകന്മാരാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, ക്രിസ്തുയേശുവിന്റെ നല്ല പടനായി, ക്രിസ്തുയേശുവിന്റെ നല്ല കൊള്ളാവുന്ന ഗുണമുള്ള പ്രയോജനമുള്ള നിലവാരമുള്ള എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു നല്ല ഗുഡ് സോൾജിയറായി, ഒരു നല്ല പട്ടാളക്കാരനായി, ഒരു നല്ല സേവകനായി മുന്നോട്ട് പോകണമെന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നതിനെ ഓർത്തുകൊണ്ടാണ് ഇന്ന് പ്രകാരം യോശുവ എന്ന ആ പടനായകനെ ഞാനിവിടെ പരിചയപ്പെടുത്താം എന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ യോശുവ എന്ന് പറയുന്ന മനുഷ്യൻ യഥാർത്ഥമായി ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. കനാൻ നാട്ടിൽ ഇസ്രായേൽ ജനം എത്തിയില്ല. ആ കനാൻ നാട്ടിനെ കുറിച്ച് കേട്ടതേ ഉള്ളൂ, അറിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇസ്രായേൽ 12 ഗോത്രങ്ങളാണ്. ആ 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെ തെരഞ്ഞെടുത്ത് കനാൻ നാട് ഒന്ന് കണ്ട് സ്ഥിതിവിവര കണക്ക് അറിയിക്കുവാനായിട്ട് മോശ നിയോഗിച്ചു. ആ 12 പേര് പോയിട്ട് വന്നതിൽ
10 പേരും പറഞ്ഞത് നമുക്കവിടെ ചെല്ലാൻ പ്രയാസം, നമുക്കവിടെ എത്തിച്ചേരാൻ പ്രയാസം, നമുക്കവിടെ അവരെ കീഴടക്കാൻ പ്രയാസം, നമുക്കവിടെ മുന്നോട്ട് സുരക്ഷിതമായ ഒരു താമസ സൗകര്യം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരുവിധമായ ഉറപ്പുമില്ല എന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. എന്നാൽ 2 പേര് നല്ല റിപ്പോർട്ട് കൊടുത്തു. ആ 2 പേരിൽ ഒരുവനാണ് ഈ പറയുന്ന യോശുവ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള പ്രിയ ദൈവമക്കളെ, ആ യോശുവ പറഞ്ഞു, ഞങ്ങളുടെ ഒത്തിരി വലിയ ശക്തി പ്രഭാവങ്ങളെയും ശക്തന്മാരെയും ഞാൻ കണ്ടു, എങ്കിലും ദൈവത്താൽ നമുക്കതിനെ കീഴടക്കാൻ കഴിയും. യോശുവയുടെ നാവിൽ നിന്ന് വീണ ഒരു വാക്കിലാണ്, ദൈവത്താൽ നമുക്കതിനെ കീഴടക്കി അവിടെ ഭരണ സ്വാതന്ത്ര്യ ജീവിതം ഉണ്ടാകുമെന്ന് യോശുവ പറഞ്ഞതായിട്ടാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ഈ യോശുവ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഇതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നല്ലതാണ് എന്ന് കാണാൻ സാധിക്കുന്നു. അസൻ, ആ യോശുവ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു മകനെ പോലെയായി, ഒരു മകനായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. മോശയ്ക്ക് മകനെ പോലെ ദൈവത്തിന് ഒരു മകനായിരുന്നു എന്നുള്ള അവസ്ഥയിൽ നമ്മൾ കാണാതെ പോയത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യേശുവിനെ കൈക്കൊണ്ടാൽ, യേശുവിനെ സ്വീകരിച്ചാൽ, യേശുവിനെ അംഗീകരിച്ചാൽ, യേശുവിനെ പ്രിയപ്പെട്ടാൽ ആ വ്യക്തി യേശുവിന്റെ ഒരു മകനായി തീരുന്നത് പോലെ ഇവിടെ യോശുവയെ സംബന്ധിച്ച് ഒരു മകനെ പോലെ ഒരു വാത്സല്യമുള്ള മകനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളായി നിലകൊള്ളണം. നമ്മളെല്ലാം ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി നിലകൊള്ളണം. നമ്മളെല്ലാം ദൈവത്തിന് വാത്സല്യമുള്ള പുത്രന്മാരായിട്ടാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടതെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ആ ഒരു മുന്നേറ്റത്തിൽ നമ്മൾ ഒരു കാര്യം അറിയണം, എനിക്കൊരു പിതാവുണ്ട്, എനിക്കൊരു മാതാവുണ്ട്. എനിക്ക് ആരുമില്ലാത്ത ഒരു അവസ്ഥയിലല്ല. എന്നെ കാണുവാൻ, എന്നെ അറിയുവാൻ, എന്നെ ഓർക്കുവാൻ, എന്നെ സ്മരിക്കുവാൻ, എനിക്ക് വേണ്ട സഹായങ്ങൾ തരുവാൻ എന്റെ ഒരു ഉടയവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയട്ടെ, ഈ യോശുവയെ കുറിച്ച് പറയുമ്പോൾ അസൻ അദ്ദേഹം ഒരു മകനാണ്. ആ മകൻ എപ്പോഴും ആരുണ്ടായിരിക്കും? അതിന്റെ മുകളിൽ ആളുണ്ട്. നമ്മളെപ്പോഴും മക്കളാണെങ്കിൽ, നമ്മളെപ്പോഴും പ്രിയ മക്കളാണെങ്കിൽ നമുക്ക് അവകാശമുണ്ട്. നമ്മൾ അവകാശികളാണ്. നമ്മുടെ മാതാപിതാക്കളുടെ അവകാശം നമുക്കുണ്ട്, നമ്മുടെ പിതാവിന്റെ അവകാശം നമുക്കുണ്ട്, നമ്മുടെ മാതാവിന്റെ അവകാശമുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കൊരു നല്ലതായ നിലയോടുകൂടി ജീവിച്ചു മുന്നോട്ട് പോകാമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ യോശുവ എന്ന വാക്കിന് പോലും നല്ല മനോഹരമായ അർത്ഥമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഒരു ഡ്യൂറബിലിറ്റിയുള്ള ഒരവസ്ഥയാണ് അതിന് കാണുവാൻ സാധിക്കുന്നത്. വളരെ നല്ല, വളരെ മനോഹരമായ, ഈടോടുകൂടി നശിക്കാതെ നിലനിൽക്കുന്ന ഒന്നാണ് ഡ്യൂറബിലിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ. നമ്മൾ ചില വസ്തുക്കൾ, സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിന്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയുള്ളതാണ്, എത്ര കാലം നിലനിൽക്കും, അതിനാണ് നമ്മൾ സാധാരണ പറയുന്നത് ഗ്യാരണ്ടി എന്ന് പറയാറുള്ളത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ ഭൂമിയിൽ വാങ്ങുന്ന ഒരു മെറ്റീരിയൽ സബ്സ്റ്റൻസ്, ഒരു പ്രാദേശികമായി വാങ്ങുന്ന ഒരു ഭൗതിക വസ്തുവിനാണെങ്കിൽ അതിന് ഒരു ഡ്യൂറബിലിറ്റി നമ്മൾ പറയുമ്പോൾ, അതിന്റെ ഗ്യാരണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് യോശുവ ഗ്യാരണ്ടിയുള്ള ഒരു മനുഷ്യനാണ്. ആമേൻ, ഹല്ലേലൂയ. യോശുവയ്ക്ക് നല്ലൊരു ഡ്യൂറബിലിറ്റി ഉണ്ടായിരുന്നു. താൻ ഒരു ഗുഡ് മാൻ ആയിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അത് മാത്രമല്ല, ആ നല്ല മനുഷ്യനായിരുന്നുകൊണ്ട് തനിക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ആ ഗ്യാരണ്ടിയാണ് ലോങ് ലൈഫ്, നീണ്ട ഒരു ജീവിതം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഒന്നിനു പുറകെ ഒന്നായി മരിച്ചു വീഴുമ്പോൾ ഒരു ഡ്യൂറബിലിറ്റി, ഒരു സ്ഥിരത, ഒരു നീണ്ട ജീവിത കാലദൈർഘ്യം യോശുവയ്ക്ക് ദൈവം ദാനം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, അനേകർ പറ്റുപോകുന്ന മാനുഷിക മനുഷ്യരുടെ ഇടയിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്. അത് നമ്മളെ സ്ഥിരതയാർന്ന ഒരു അവസ്ഥയിലേക്ക്, നിലനിൽപ്പുള്ള ഒരു അവസ്ഥയിലേക്ക്, ഗുണമുള്ള ഒരു അവസ്ഥയിലേക്ക്,
ഗുണനിലവാരമുള്ള ഒരു അവസ്ഥയിലേക്ക് നല്ല ഒരു സ്ഥലത്ത് എത്തിച്ചേരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവമാണ് എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തില് നമ്മൾ മറക്കരുത്. ഈ യോശുവ നല്ല സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യോശുവയ്ക്ക് ഇസ്രായേൽ ജനത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞു. മോശയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിലും ഇസ്രായേൽ ജനത്തിന് ഈ യോശുവയിൽ സ്വീകാര്യതയുണ്ടായിരുന്നു. ജനത്തെ നല്ലതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ തക്കമുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ഈ യോശുവ മുന്നോട്ട് പോയത് എന്ന് കാണാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ചെറിയ തോതിലെങ്കിലും നമ്മൾ ഒരു സ്വാധീനതയുള്ളവരായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നല്ലതാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. ഒന്നാമത്, ഇദ്ദേഹം ഒരു മകനായിരുന്നു. രണ്ടാമത്, ആസ് എ സ്ലേവ്, ഇദ്ദേഹം ഒരു അടിമയായിരുന്നു. യോശുവ ഒരു മകനായിരുന്നു. ആ മകനായിരുന്നത് കൊണ്ട് തനിക്ക് എന്തും കൂടെ ഉണ്ടായിരുന്നു, ഒരു ദാസന്റെ അവസ്ഥയിൽ, ഒരു സ്ലേവിന്റെ അവസ്ഥയിലേക്ക് താൻ പോവുകയുണ്ടായി. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവത്തിന്റെ ആരാണ്? ഒരു സ്ലേവാണ്. അവന്റെ അടിമയെന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു വ്യക്തിയല്ല. അവന് കീഴ്പ്പെട്ട്, അവന് വിധേയപ്പെട്ട്, അവനുമായുള്ള ബന്ധത്തിൽ അവന്റെ എല്ലാവിധമായ സഹായ സംരക്ഷണവും കിട്ടുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സ്ലേവ് എന്ന് പറയുന്നത്. അല്ലാതെ ലോക കമ്പോളത്തിലെ അടിമത്ത വ്യാപാരമല്ല ഇവിടെ പ്രസക്തമെന്ന് കർത്താവിന്റെ നാമത്തിൽ പറയട്ടെ. നമ്മൾ കർത്താവിന്റെ ഒരു അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ സാധാരണ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൈവച്ച് ഈ എളിയ ദാസൻ, ഈ എളിയ ദൈവവൈതൽ, ഞാൻ ഒന്നുമല്ല എന്ന് ചിലപ്പോൾ നമ്മൾ ഒരു വലിയ മനുഷ്യന്റെ മുൻപിൽ അങ്ങനെയുള്ള ആക്ഷനോടുകൂടി നമ്മുടെ മനസ്സ് നമ്മളൊന്ന് പ്രദർശിപ്പിച്ചു എന്ന് വരാം. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മള് തീരെ നിലംപരിചയായി തീർന്ന ഒരാളാൽ ചവിട്ടി തൂക്കുന്ന അവസ്ഥയിലല്ല ഞാൻ നല്ല ഒരു വിനീതനായ, ഒരു താഴ്മയുള്ളവനായ, ഒരു ലോലമായ മനസ്സിന്റെ ഉടമസ്ഥനെന്ന് കാണിക്കുന്നു. അപ്പോൾ ആ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വലിയ ആ പ്രഭയുള്ള മനുഷ്യൻ നമ്മളെ പരിഗണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഫിസിക്കലി ബോഡിലി ഇങ്ങനെയുള്ള ആക്ഷൻ എല്ലാം മാനുഷികമായ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവിടെ യോശുവയെ കുറിച്ച് പറയുമ്പോൾ ഈ യോശുവ ഒരു മകനാണ്. രണ്ടാമത്, ഈ യോശുവ എങ്ങനെയുള്ള വ്യക്തിയാണ്? ഒരു അടിമയായി, ദാസനായി ജീവിച്ച വ്യക്തിയാണെന്ന് ഈ യോശുവയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. എപ്പോഴും ദൈവത്തിന്റെ ഒരു ദാസനായി, ദൈവത്തിന്റെ ഒരു സേവകനായി, ദൈവത്തിന്റെ ഒരു അടിമ എന്നുള്ള മനോഭാവത്തോടെ നമ്മൾ പോയാൽ നമ്മുടെ മുകളിൽ ഒരു യജമാനനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അത് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവാണ്. ആ പിതാവ് നമ്മളെ ഉയർത്തും. അതുകൊണ്ടല്ലേ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, അവന്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴെ താണിട്ട് അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. അല്ലെ? അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. എപ്പോഴും താഴ്മയുള്ള ഒരു വ്യക്തിയാണ് ദൈവം ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തിന് സംശയമില്ല. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് നമ്മൾ പോയാൽ, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് പോയാൽ അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. യോശുവ 24:15, യഹോവയെ ആരാധിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമ്മോന്യരുടെ ദേവന്മാരെയോ ആരെ നിങ്ങൾ ആരാധിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളിൽ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യോശുവ ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയി മറുകരയിൽ എത്തിച്ചിട്ട് അവർക്ക് രണ്ട് കാര്യങ്ങൾ പറയാണ്. നിങ്ങൾ വന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഭൂഷണമല്ലാത്ത ഒത്തിരി ആരാധനാമൂർത്തികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്തും ഒട്ടും കുറവല്ല. പക്ഷേ ഇത് നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. എന്റെ ഉത്തരവാദിത്വം, എന്റെ ജോലി, എന്റെ ഡ്യൂട്ടി ഞാൻ ഭംഗിയായി നിറവേറ്റി. ഇനി തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. അവിടെയും ഉണ്ടായിരുന്നു, ഇവിടെയും ഉണ്ട്. ആരെ തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചോണം. പ്രിയ ദൈവമക്കളെ, അതിനുശേഷം യോശുവ പറയാണ്, ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ തിരഞ്ഞെടുക്കും. അവരുടെ പേര് പോലും ആ സമയം അവസാനമാണ് യോശുവ പറയുന്നത്. അവിടെ ദേവന്മാരുണ്ടോ, ഇവിടെ ദേവന്മാരുണ്ട്, ആര് വേണേലും തിരഞ്ഞെടുത്തോ, അവരെയും ഇവരെയുമെല്ലാം ഞാൻ തിരഞ്ഞെടുക്കുന്ന സത്യത്തെയാണെന്ന് യോശുവയുടെ മുൻപിൽ വരച്ചു കാണിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, തന്റെ ഒരു യജമാനൻ, തന്നെ ഒരു
മഹാ മാസ്റ്റർ തന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് യോശുവ ഒരു നല്ല ജീവിതം നയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹം ഒരു മകനാണ്, ഒരു അടിമയാണ്. അത് മാത്രമല്ല താൻ ഒരു പടനായകനാണ്, പടയാളിയാണ്. ആമേൻ. താൻ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യരാണെന്ന് കൂടെ തന്നെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9 മുതൽ 16 മുതൽ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ, മോശെ അഹരോനോട് അവൻ നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നത് കൊണ്ട് യഹോവയുടെ സന്നിധിയിലേക്ക് വരുവീൻ എന്ന് ഇസ്രായേൽ മക്കളോടും സർവ്വസംഘത്തോടും പറയുക എന്ന് പറഞ്ഞു. അഹരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ട്, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതിന്റെ താഴോട്ട് വരുമ്പോൾ അവർക്ക് അനുഗ്രഹങ്ങൾ ദൈവം ധാരാളമായി കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയ ദൈവമക്കളെ, അവിടെ അവര് മന്ന ഭക്ഷിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പ് നല്ലതാണെങ്കിൽ സ്വാദിഷ്ടകരമായ ആഹാരം, രുചികരമായ ആഹാരം, പോഷകാഹാരം പഞ്ഞമില്ലാത്ത രീതിയിൽ അവൻ നമ്മുടെ ജീവിതത്തെ തരും എന്നതിന് യാതൊരു സംശയവുമില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യോശുവ ഒരു മകനായിരുന്നു, ഒരു ദാസനായിരുന്നു. അത് മാത്രമല്ല ഒരു പടനായകനായിരുന്നു എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. നമ്മൾ പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ, എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതൽ അവസാനമായി, കർത്താവിനും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവൻ വിശ്വാസത്തിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധങ്ങളും ധരിച്ചുകൊള്ളി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്ഷകളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും നിവർത്തിച്ചുടർച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സകല ആയുധങ്ങളും എടുത്തുകൊള്ളുവിൻ. ആകയാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതി എന്ന കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കമെന്ന ചെരുപ്പ് ധരിക്കുകയും ഇവയ്ക്കെല്ലാം പുറമെ ദുഷ്ടന്റെ സകല തീയമ്പുകളെയും കെടുത്തുവാൻ തക്കോണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും എടുത്തുകൊള്ളുവീൻ. പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് ഒരു പട്ടാളക്കാരനാണ്, നമ്മള് ഒരു പടയാളിയാണ്, നമ്മള് ഒരു പ്രതിരോധ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകണം. നമുക്ക് എപ്പോഴും എതിരാളികളുണ്ട്, നമുക്ക് എപ്പോഴും എതിർപ്പുകളുണ്ട്, നമുക്ക് എപ്പോഴും ശത്രുക്കളുണ്ട്. യോശുവയ്ക്ക് അറിയാം, എതിരാളികളുണ്ട്, എതിർപ്പുകളുണ്ട്, ശത്രുക്കളുണ്ട്. ഒത്തിരി കാര്യങ്ങളെ അതിജീവിച്ചു വന്നാണ് ഈ വന്ന സ്ഥലത്തും തനിക്കത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യോശുവ എന്ത് ചെയ്യുകയുണ്ടായി? ഒരു പടയാളിയായി നിന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളൊരു ദൈവ പൈതലാണ്, ദൈവമക്കളാണ്, ദൈവത്തിന്റെ ദാസീദാസന്മാരാണ്, ദൈവത്തിന്റെ സഭയിലാണ്. പക്ഷേ നമ്മൾ ഒരു പടയാളിയുടെ വേഷം ധരിക്കുക മാത്രമല്ല, ഒരു പടയാളിയെ പോലെ നമ്മൾ മുന്നോട്ട് പോകണം. അതെ, നമുക്ക് ഒത്തിരി എതിർപ്പുകളുണ്ടാകും. നമ്മൾ ഒരു ദൈവ പൈതലായിക്കൊണ്ട്, ഒരു ക്രൈസ്തവനായിക്കൊണ്ട്, ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ഒരു വിശുദ്ധനായതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടാകാം, ബന്ധുക്കളിൽ നിന്ന് എതിർപ്പുണ്ടാകാം, വീടിന്റെ അയൽവക്കത്ത് നിന്ന് എതിർപ്പുണ്ടാകാം, താമസിക്കുന്ന ചുറ്റുപാടിൽ നാട്ടിൽ നിന്നെല്ലാം നമുക്ക് എതിർപ്പുണ്ടാകാം. എന്തിനേറെ പറയുന്നു, നമ്മൾ ഏറ്റവും നല്ലതെന്ന് പറയുന്ന ഗവൺമെന്റ് പോലും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അറിയാതെ പോലും നമ്മളെ എതിർത്തു എന്ന് വരാം. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ എത്രയോ സ്നേഹിക്കുന്ന പ്രിയപ്പെടുന്നവർ പോലും പല രംഗങ്ങളിലും രഹസ്യമായിട്ട് നമ്മളെ എതിർക്കുന്നുണ്ടാകാം. ആമേൻ. അത് നമുക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് നമ്മൾ ഒരു പടയാളിയായി നിന്ന് നല്ല മാർഗത്തിലൂടെ, നല്ല രീതിയിൽ, നല്ല മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ തോൽപ്പിച്ച് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ പൂർണ്ണതയിൽ എത്തിക്കുവാൻ നമ്മളാൽ ആവോളം ഒരു പടയാളിയെ പോലെ സേവ ചെയ്യണമാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഭയങ്കരമാണ്. പ്രിയ ദൈവമക്കളെ, ഇപ്പൊ നിങ്ങൾക്കറിയാം, ഗൾഫ് മേഖലകളിലൊക്കെ അല്പം സംഘടനമുണ്ട്. കാരണം ഒന്നും അറിയാത്ത രാജ്യങ്ങളിലേക്ക് പോലും മറ്റൊരു രാജ്യം ആക്രമിക്കുമ്പോൾ അവർക്കും പ്രതിരോധിക്കാനുള്ള ധാർമ്മികതയുണ്ട്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാം, ഗൾഫിലുള്ള
GCC രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങള് സൗദി അറേബ്യയും കുവൈറ്റും ഒമാനും ഇത് ഖത്തറുമെല്ലാം GCC രാജ്യങ്ങളിൽപ്പെട്ടതാണ്. മിനിഞ്ഞാന്ന് തീരുമാനമെടുത്ത് ഈ രാജ്യങ്ങളില് രാജഭരണമുള്ള സൗദിയിലാണ് ഒരു ചെറുപ്പക്കാരൻ 35 വയസ്സുള്ള പയ്യനാണ് അടുത്ത രാജാവ്. നല്ല തീരുമാനശേഷിയുള്ളതാണ്. പുള്ളിക്കാരൻ ലാസ്റ്റ് പറഞ്ഞ് നമ്മൾ പ്രതിരോധിക്കാതിരുന്ന കാര്യമില്ല. അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തു കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് അവരെ ആക്രമിക്കാൻ ചെന്നവർ പതുക്കെ പത്തി മടക്കിയവരുടെ ഇതങ്ങനെ ഇന്നലെ അവരുടെ ന്യൂസ് ഫ്ലാഷ് ആയപ്പോൾ ഇനി ഈ GCC രാജ്യങ്ങളെ ഞങ്ങൾ ആക്രമിക്കത്തില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പ്രതിരോധിക്കണമെന്നൊരു തീരുമാനമെടുത്തപ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരുന്നവർ പോലും താഴ്പോയി. കാരണം ഇതെല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ്. നമുക്കറിയാം അതിനകത്ത് ഈ രാജ്യങ്ങള് എല്ലാം പ്രതികൂലമായി വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏകരാജ്യം അവർ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു, ഇനിയും ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ആ നടപടി മുന്നോട്ട് പോകുന്നത് നല്ലതല്ല എന്ന് അവർക്ക് പോലും തോന്നിയുണ്ടായി. പ്രിയ ദൈവമക്കളെ, എതിർഭാഗത്ത് നിൽക്കുന്നവര് ഇവരെ ആക്രമിക്കണമെന്ന് തീരുമാനമെടുത്തപ്പോൾ ഇവർ പറഞ്ഞു ഇനി നിങ്ങളെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല. പ്രിയ ദൈവമക്കളെ, എപ്പോഴും നമ്മൾ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കണം. നമുക്ക് പ്രതിരോധനം ആവശ്യമാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഒരു ദൈവവൈദ്യനായിക്കൊണ്ട്, ഒരു ക്രിസ്ത്യാനി ആയിക്കൊണ്ട്, ഒരു വിശുദ്ധനായിക്കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ചാർച്ചക്കാരിൽ നിന്നോ നാട്ടിൽ നിന്നോ ദേശത്തു നിന്നോ ഗവൺമെന്റിൽ നിന്ന് പോലും നമുക്ക് എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിനെ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ നിങ്ങൾ അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു മകനാണ്, അത് മാത്രമല്ല അദ്ദേഹം ഒരു അടിമയാണ്, അത് മാത്രമല്ല അദ്ദേഹം ഒരു പടയാളി യുദ്ധസേവ ചെയ്യുന്നയാള്, അത് മാത്രമല്ല ആസ് എ സേവൻ അദ്ദേഹം ഒരു ദാസനാണ്. ആമേൻ, ഹല്ലേലൂയ. ദാസന്റെ മനോഭാവത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിച്ചാൽ നമ്മൾ എല്ലാവരും കൂടെ സുരക്ഷിതമായിരിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ആസ് എ അദ്ദേഹം ഒരു വിശുദ്ധനും കൂടിയാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മളൊരു മകനായി, ഒരു അടിമയായി, ഒരു ദാസനായി, ഒരു പട്ടാള മേധാവി എന്നുള്ള നിലയിൽ, ഒരു യുദ്ധസേവകനായി, അത് മാത്രമല്ല നമ്മള് ഒരു ദാസനായി, നമ്മള് ഒരു വിശുദ്ധ ദൈവവൈദ്യനായി, ആസ് എ സ്പൈ, ഒരു ചാരനായിട്ട് പോലും ആ അവസ്ഥയിലേക്ക് യോശുവ പോവുകയുണ്ടായി. കാരണം ഇസ്രായേൽ ജനം കനാൻ നാട് ഒറ്റുനോക്കുവാൻ അയക്കപ്പെട്ട അവസാനത്തെ 2 രഹസ്യ ചാരന്മാരിൽ ഒരുവനായിരുന്നു യോശുവ. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ട് ഇന്നിപ്പം നമ്മൾ ഈ സ്പൈയെ കുറിച്ച്, ചാരപ്പണിയെ കുറിച്ച് പറയുന്നതിനകത്തൊന്നും വലിയ ആവശ്യമില്ല. ഒരു കാര്യം രഹസ്യമായിട്ട് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് അയക്കപ്പെടുന്നതാണ്. ഇന്ന് രാവിലത്തെ ന്യൂസ് എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്ക് ഞാനൊന്ന് ന്യൂസ് വെച്ചൊന്ന് അറിയാനായിട്ട്. അപ്പോഴത്തേക്ക് അതിനകത്ത് പറഞ്ഞ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം മുഴുവനും ഇസ്രായേൽ ചാരന്മാരാണ്, തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ഇറാനികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അവിടെയുള്ള ചാരന്മാരാരാണെന്ന്. പ്രിയ ദൈവമകളെ, അതുകൊണ്ടാണ് ഏതൊരു രംഗമുണ്ടായാലും ആ രംഗത്തിനെതിരെ അവർക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഏത് രഹസ്യത്തെയും ചോർത്തുവാൻ ചാരന്മാരുണ്ടായിരിക്കും. അതുപോലെയാണ് ആത്മീയ കോളത്തിൽ നമ്മളും ഒരു ചാരപ്പണി ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. എന്താണ് നമ്മുടെ ചാരപ്പണി നമുക്കറിയാമോ? നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത് നമുക്കെതിരെ വരുന്ന സാത്താന്യ പൈശാചിക തന്ത്രങ്ങളെ നമ്മൾ മുൻകൂട്ടി അറിയുന്ന ഒരു ചാരന്റെ പ്രവൃത്തി സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. യോശുവ ഇത്രയെല്ലാം മേന്മയുള്ള വ്യക്തിയാണെങ്കിൽ അവസാനം വരുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ചാരൻ, എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ടാണ് ഈ കനാൻ നാട്ടിന്റെ മുഴുവൻ പഴുതുകളും അടച്ചിട്ട് ഇന്ന രീതിയിൽ ഇന്നതുപോലെ പോയാൽ അവിടെ നമുക്ക് ചെല്ലാമെന്ന് പറഞ്ഞ അവസാനം ആ സ്ഥലത്തേക്ക് താൻ പോകുന്നത്. പ്രിയ ദൈവമകളെ, മോശയെ അയച്ച ഒരു വിശ്വസ്തനായ ചാരനായിരുന്നെങ്കിൽ മോശയുടെ മരണശേഷം ആ സ്ഥലം കൈയടക്കി അത് തിരിച്ചു കൊടുക്കുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞത് അവസാനം താൻ മുഴുവൻ തന്ത്രങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കും. ഫൈനലി നമ്മൾ വരികയാണെങ്കിൽ ആസ് എ സ്റ്റേറ്റ്സ്മാൻ അദ്ദേഹം ഒരു രാജ്യതന്ത്രജ്ഞനായ മനുഷ്യനായിരുന്നു. ഒരു നയതന്ത്രം നല്ലതുപോലെ കൈകാര്യം ചെയ്ത ഒരു മനുഷ്യനും കൂടി ആയിരുന്നു എന്നറിയുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു സ്പൈ ആ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു തന്ത്രശാലിയായ നയതന്ത്രജ്ഞനായിരിക്കണം. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഏത് തന്ത്രങ്ങളെയും, ഏത് പൈശാചിക ഗൂഢതന്ത്രങ്ങളെയും അതിജീവിക്കുന്ന ഒരു തന്ത്രത്തിലേക്ക് നമ്മൾ പോയി നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം കിട്ടിയത് ഹി വാസ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവാത്മാവിനാൽ താൻ നിറയപ്പെട്ടു എന്ന് വായിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് വായിക്കുമ്പോൾ ഹി എൻജോയ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിച്ച മനുഷ്യനായിരുന്നു താൻ എന്ന് വായിക്കുകയാണ്. അത് മാത്രമല്ല
പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അദ്ദേഹം മരണം വരെയും വണ്ടർഫുൾ ആയിരുന്നു, അതിശയമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അവസാനം താൻ പറയുന്ന മരണക്കിടക്കിലെ വാക്കാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ എടുത്തോ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് തന്നെ അന്ത്യവാക്കാണ്. അതിനുശേഷം യോശുവ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നീടുള്ള ഇസ്രായേൽ എഴുത്തുകാർ പറഞ്ഞത്, ഇനി അദ്ദേഹത്തെ സംസാരത്തോടുകൂടെ കാണുന്നത് സ്വർഗത്തിൽ കർത്താവിന്റെ മുമ്പിൽ വെച്ചായിരിക്കും. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതവും അങ്ങനെ അനുഗ്രഹപൂർണ്ണമായി ഐശ്വര്യപൂർണ്ണമായി ഇരിക്കട്ടെ. നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട കുറ്റവരെല്ലാം അവസാനം പറയുന്ന വാക്ക് നമ്മളും വളരെ ശ്രദ്ധയോടെ കേൾക്കും. അവസാനം നല്ല വിശ്വാസം ആനന്ദത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ മരണക്കിടക്കിൽ വെച്ച് മക്കളോടും ബന്ധുക്കളോടും പറയും, നമുക്ക് ഒരുമിച്ച് അവിടെ വെച്ച് കാണാം. പ്രിയ ദൈവമക്കളെ, അത് എത്രയോ സാന്ത്വനമായ ആശ്വാസത്തിന്റെ പ്രതീക്ഷയുടെ പ്രത്യാശത്തിന്റെ ആ ഒരു വാക്കാണ്. അതേപോലെ യോശുവായിക്ക് പറയുവാൻ സാധിച്ചു, നിങ്ങൾ ഏത് വേണം തെരഞ്ഞെടുത്തോ, നിങ്ങൾ താമസിച്ച സ്ഥലത്തുണ്ട്, നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്തുമുണ്ട്, ഇതിൽ ഏത് തെരഞ്ഞെടുക്കണോ നിങ്ങൾ തീരുമാനിക്കുക. എന്നാൽ ഞാൻ ഇത് രണ്ടും തെരഞ്ഞെടുക്കത്തില്ല, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. അപ്പോൾ വലത്തും ഇടത്തും തേടുള്ളത് തെരഞ്ഞെടുക്കാനായിട്ട് അവരോട് പറയുമ്പോൾ അതിന്റെ മധ്യത്തിൽ യോശുവായ്ക്ക് ഒരു സെലക്ഷൻ ഉണ്ട്. എന്നാൽ ആ സെലക്ഷനിലേക്ക് നിങ്ങൾ പോയാൽ അത് നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് അനുഗ്രഹകരമാണ്, നിങ്ങൾക്ക് ആദായകരമാണ്, നിങ്ങൾക്ക് പുണ്യകരമാണെന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള മുകുടതര ക്രൈസ്തവ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ആദ്യവും അവസാനമുള്ള ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലക്ഷൻ, ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് ദൈവത്തിന്റെ വചനത്തിലായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട. ഈ ലോകത്തിലെ ഇപ്പോഴത്തെ താൽക്കാലിക ജീവിതത്തിൽ എന്തെല്ലാമൊക്കെ പരാമിതികളും പോരായ്മകളും നമുക്കുണ്ടാകാം, അതിനെയെല്ലാം അതിജീവിച്ച് ഒരു പോരായ്മയും ഇല്ലാതെ, ഒരു പാളിച്ചയും ഇല്ലാതെ, ഒരു തകർച്ചയും ഇല്ലാതെ, ഒരു ന്യൂനതയും ഇല്ലാതെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി അവന്റെ മുന്നിൽ നിർത്തണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചങ്ങല പോലും ചുമക്കുന്നതെന്ന് പൗലോസ് പറയാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവങ്ങളെ, ഏതൊരു ദൈവവൈദ്യനെയും കുറ്റമില്ലാത്തവനായി തികഞ്ഞവനായി യൂദായുടെ ലേഖനം അവസാനിക്കുമ്പോൾ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവങ്ങളെ, നമ്മുടെ ഈ താൽക്കാലിക, ഈ മാനുഷിക ഭൗതിക, ഈ ശരീരത്തിലെ നമ്മുടെ ജീവിതത്തില് ഒത്തിരി പോരായ്മകളുണ്ട്. തികഞ്ഞവരാരുമില്ല. ഈ പോരായ്മകളെ മുഴുവനും ഈ ഭൂമിയിൽ മരണത്തിനു മുമ്പ് അവസാനിപ്പിച്ച് മരണാനന്തം ഒരു പുനരുത്ഥാന ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ ഒരു പോരായ്മയും ഇല്ലാത്തവരായി നമ്മളെ അവിടെ കൊണ്ടു നിർത്തും. ഈ കൊണ്ടു നിർത്തുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവായ യേശു, അവൻ എത്ര നല്ലവനാണ്, അവൻ രക്ഷകനാണ്. ഈ യോശുവ സിംബൽ ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ ഒരു പ്രതീകമായി നിൽക്കുന്നു. ആകയാൽ നമ്മുടെ പരമരക്ഷകനായ യേശുവിൽ യോശുവയെ കണ്ടുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവരുടെ അന്ത്യ ലക്ഷ്യം വിജയകരമായ ആ സുരക്ഷാ സങ്കേതമായിരുന്നുവെങ്കിൽ നമ്മൾ ഈ രക്ഷകനായ യേശുവിനെ യോശുവയുടെ ഈ ക്യാരക്ടറിലൂടെ, ബിഹേവിയറിലൂടെ, കോണ്ടാക്ടിലൂടെ നമ്മളും അനുഗമിച്ച് ആ യേശുവിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുക. ആ യേശു നമ്മളെ അതിനായി സഹായിക്കട്ടെ. ആമേൻ.